ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ മോളെ. എന്ത് രസ ഫിദ മാഡം മോളേന്ന് വിളിക്കുന്ന കേൾക്കാൻ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ വിളിക്കാറ്? അതെ, എന്നാലും പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോ എന്താന്നറിയില്ല, മനസ്സിനൊരു വല്ലാത്ത സന്തോഷം വരും. ശരി, എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള്? അമ്മയച്ഛനും രാവിലെ കണിമംഗലത്തേക്ക് വരുന്നുണ്ട്. എന്താ കാര്യം? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമല്ല, വെറുതെ വരുന്നു. ഇന്നലെ വരുണിന്റെ അമ്മ അച്ഛനും അമ്മയും വരാത്തതിനെ കുറിച്ച് ചോദിച്ചു. ഞാനത് അപ്പൊ തന്നെ അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ടാ വരുന്നത്. പ്രിയങ്കയുടെ വരവ് കാരണം ആറ്റുശ്ശേരിയിലെ എല്ലാ കാര്യങ്ങളും ആകെ കുഴപ്പാ. അതിന്റെ ഇടയിൽ നിന്ന് പോരാൻ പറ്റണ്ടേ പാവങ്ങൾക്ക്. പ്രിയങ്കയുടെ അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല അല്ലേ? ഇല്ല, അവള് ഭക്ഷണം പോലും നേരെ ചൊവ്വ കഴിക്കുന്നില്ല. ഇവിടെ ചെറിയമ്മ ഏട്ടത്തെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും അതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞാനതിൽ കുറ്റക്കാരിയാണോ മാഡം? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടായാ അത് വരുണിനോട് പറയണ്ടേ. അതിനുള്ള മറുപടിയൊക്കെ അവനറിയാം. വരുൺ ഏത് കാര്യത്തിന് എന്റെ കൂടെ തന്നെയുണ്ട്. അതാ എന്റെ സമാധാനം. ഭാഗ്യാണ് മോളെ. വിവാഹം ഒരേ സമയത്ത് സന്തോഷവും അതേസമയം പേടിയുണ്ടാവുന്ന കാര്യ. വിവാഹം പുതിയൊരു ജീവിതത്തെക്കുറിച്ച് സന്തോഷിക്കും. പക്ഷേ കൂടെ വരുന്ന ആള് മനസ്സിന് ചേരുന്നതല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ജീവിതം നരകമാവാൻ അത് മതി. അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സ്വർഗത്തിലാ. വരുണനെ അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നത്. ഊണിലും ഉറക്കത്തിലും അമ്മയുടെ മനസ്സിൽ മോക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വരുൺ എപ്പോഴും പറയും, ഒരു പെറ്റമ്മയ്ക്കല്ലാതെ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ പെറ്റമ്മ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ മോൾ എന്നെ കാണുന്നേ? അതെ, എന്നെ പ്രസവിച്ച അമ്മയ്ക്ക് എത്ര സ്ഥാനമുണ്ടോ അത്ര തന്നെയുണ്ട് ഫിദ മാഡത്തിനുള്ള സ്ഥാനം എന്റെ മനസ്സിൽ. അച്ഛനമ്മയും വരുന്നോണ്ട് ജോലിയൊക്കെ ഒരുപാടുണ്ടല്ലേ? ആ, കൊറേണ്ട്. എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം കിടക്കാൻ. ശരി, എന്നാ മോൾ അതൊക്കെ ചെയ്തോ. അച്ഛനും അമ്മയും വന്നിട്ട് പോയിട്ട് എന്നെ വിളിക്കണം കേട്ടോ. വിളിക്കാമേ. അല്ല മാഡം, അമ്മയെന്നുള്ള വിളി തന്നെ മതി. അതാ എനിക്ക് സന്തോഷം. എന്തുപറ്റി ശ്യാമേ? ഒന്നുമില്ല എടുത്തേ, സന്തോഷം കൊണ്ടാ. ഞാൻ അവളുടെ പെറ്റമ്മയാണെന്ന് തന്നെ അവള് പറഞ്ഞു. ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോ എന്തെന്നറിയാത്തൊരു സന്തോഷം കിട്ടുന്നു എന്ന് അവള് പറഞ്ഞു. അതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ടേ? നിങ്ങൾ തമ്മിൽ ഒരു മറയിട്ട് നിന്നാലും ഈ പ്രകൃതിക്ക് അറിയാലോ അമ്മയും മോളെ എങ്ങനെ അടുപ്പിക്കണോന്ന്. സത്യ, ഇപ്പൊ എനിക്കൊരു ധൈര്യമൊക്കെ തോന്നുന്നു എടുത്തേ.